അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാറ്റിനെയും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണം മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇപ്പോഴെല്ലാം മുമ്പ് യേശുക്രിസ്തു ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പേ അധികം ആൾക്കാരും വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ അറിയാമയുടെ കാലത്തിൽ നിന്നവരെ ദൈവം എന്ത് ചെയ്യും? ക്ഷമിക്കും. പക്ഷേ ഇപ്പോഴോ യേശു ഈ ലോകത്തൊന്ന് ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ആ പൗലോസ് ആയിരുന്ന സമയത്ത് അപ്പോഴുള്ളവർ എല്ലാവരും കണ്ടതാണ് യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റതും സ്വർഗാരോഹണം ചെയ്തു പോയതും വീണ്ടും ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കി വീണ്ടും വരുമെന്ന് പറഞ്ഞതും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആയതുകൊണ്ട് അവർ പറയുകയാണ്, അപ്പോൾ അറിയാമയുടെ കാലത്തിൽ ഇരുന്നത് പോലെ അല്ല ഇപ്പോൾ ദൈവത്തെ, ജീവനുള്ള ദൈവം ആരെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് നാം മാനസാന്തരപ്പെട്ട് ആ ഒരു ദൈവത്തെ ആരാധിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാണ്. പ്രിയ ദൈവ മക്കളെ, നാമും അങ്ങനെയാണ്. മുമ്പ് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ചില കാലങ്ങൾക്ക് മുമ്പേ നാം അറിഞ്ഞതുപോലെ അല്ല ഇപ്പോൾ യേശുവിനെക്കുറിച്ച് അറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ യേശു നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ സ്നേഹവും കരുണയുമുള്ള ഒരു ദൈവം ഈ ഭൂമിയിലില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, നമ്മുടെ സ്വഭാവങ്ങൾക്കൊരു മാറ്റം വരുത്തി നാം ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരായി യേശുവിനെ തന്നെ ആരാധിക്കുന്നവരായി മാറുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.